ഇന്ത്യ വിരുദ്ധ നിലപാടുകളിലൂടെ കുപ്രസിദ്ധനായ യുവ നേതാവ് ഉസ്മാൻ ഷെരീഫ് ഹാദിയുടെ കൊലപാതകത്തെ തുടർന്ന് രൂക്ഷമായ പ്രക്ഷോഭത്തിനിടെ ബംഗ്ലാദേശിൽ മറ്റൊരു യുവ നേതാവിനു കൂടി വെടിയേറ്റിരിക്കുന്നു. നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ നേതാവ് മുഹമ്മദ് മൊത്തലിബ് സിക്ടറിനാണ് ഇപ്പോൾ വെടിയേറ്റിരിക്കുന്നത്. ദുൽനയിലെ സോനാധാങ്ക മേഖലയിലെ വീട്ടിൽ വച്ച് ഇന്നുച്ചയ്ക്ക് 12 മണിയോടെ അജ്ഞാതർ വെടിവെക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ്. തലയുടെ ഇടതുവശത്താണ് വെടിയേറ്റത്. കഴിഞ്ഞ വ്യാഴാഴ്ച ധാക്കയിൽ വെച്ച് അജ്ഞാത ആക്രമണകാരികളുടെ വെടിയേറ്റാണ് ഉസ്മാൻ ഹാദി മരിച്ചത്. സംഭവത്തിന് 4 ദിവസം കഴിഞ്ഞാണ് ഷിഖ്ദാറിനും വെടിയേൽക്കുന്നത്. ഹാദി ഇന്ത്യ വിരുദ്ധ പ്രവർത്തകനായിരുന്നു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു. ഹാദിയുടെ കൊലപാതകത്തോടെ ബംഗ്ലാദേശ് വലിയ സംഘർഷങ്ങളിലേക്ക് വഴുതി വീണിരിക്കുകയാണ്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്ന ബംഗ്ലാദേശ് വീണ്ടും കലാപഭീതിയിൽ തന്നെയാണ്. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ജൻസി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഇൻഖുലാബാദ് മഞ്ചിന്റെ വക്താവ് ഉസ്മാൻ ഹാദിയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ നൂറുകണക്കിന് ആളുകൾ തെരുവിൽ അഴിഞ്ഞാടുകയാണ്. രാജ്യത്തെ നിരത്തുകൾ കീഴടക്കിയ പ്രതിഷേധക്കാർ വലിയ അതിക്രമമാണ് അഴിച്ചുവിടുന്നത്. കടുത്ത ഇന്ത്യ വിരുദ്ധനും നിലവിലെ ഭരണാധികാരി മുഹമ്മദ് യൂനസിന്റെ വലം കൈയുമായിരുന്ന ഹാദിയെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ധാക്കയിൽ വെച്ച് മുഖംമൂടിധാരികൾ വെടിവെച്ചത്. ഗുരുതരാവസ്ഥയിലായ ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. മരണവാർത്ത പുറത്തു വന്നതോടെ രോഷാകുലരായ ഹാദി അനുകൂലികൾ വ്യാപകമായ അക്രമം അഴിച്ചുവിട്ടു. പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളായ ദി ഡെയിലി സ്റ്റാർ, പ്രഥമാലോ എന്നിവയുടെ ഓഫീസുകൾ ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾക്ക് പ്രതിഷേധക്കാർ തീയിട്ടു. നിരവധി മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണമുണ്ടായി. അക്രമം നടക്കുമ്പോൾ ജീവനക്കാർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിപ്പോയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കുടുങ്ങിക്കിടന്ന മാധ്യമപ്രവർത്തകരെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് രക്ഷപ്പെടുത്തിയത്. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ ഓഫീസുകളും ആക്രമിക്കപ്പെട്ടു. ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ ഓഫീസിന് നേരെയും അതിക്രമമുണ്ടായി. ഈ വർഷം ഫെബ്രുവരിയിൽ തകർക്കപ്പെട്ട ബംഗ്ലാദേശ് സ്ഥാപകൻ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ധാരാമണ്ഡി 32 വീടിനും തീയിട്ടു. ചിറ്റഗോങ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് കലാപം വ്യാപിച്ചിരുന്നു. അക്രമികൾ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മരണവാർത്ത പുറത്തു വന്നതോടെ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. വികാരാധീനമായ മുദ്രാവാക്യങ്ങളുമായിട്ടായിരുന്നു പ്രതിഷേധം. കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നീതി നടപ്പിലാക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഹാദിയുടെ കൊലപാതകികൾ ഇന്ത്യയിലേക്ക് കടന്നെന്നാരോപിച്ച് ഇന്ത്യൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷൻ ഓഫീസിന് മുന്നിൽ കലാപകാരികൾ തടിച്ചുകൂടിയിരുന്നു. പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇവരെ പിരിച്ചുവിട്ടത്.